ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 1 പേജ് നമ്പർ 20 ഫിഗർ ഇറ്റ് ഔട്ടിലെ 14th ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ബാൽഡ് ഈഗിൾസ് ആർ നോൺ ടു ഫ്ലൈ ആസ് ഹൈ ആസ് 4500 to 6000 മീറ്റർ എബവ് ദി ഗ്രൗണ്ട് ലെവൽ. അതായത് ബാൽഡ് ഈഗിൾസിന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 4500 മുതൽ 6000 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനായിട്ട് കഴിയും. മൗണ്ട് എവറസ്റ്റ് ഈസ് അബൌട്ട് 8850 മീറ്റർ ഹൈ. മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8850 മീറ്റർ ആണ്. എയറോപ്ലെയിൻസ് ക്യാൻ ഫ്ലൈ ആസ് ഹൈ ആസ് 10,000 to 12,800 മീറ്റർ. എയറോപ്ലെയിനുകൾക്ക് 10,000 തൊട്ട് 12,800 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയും. ഹൗ മെനി ടൈംസ് ബിഗ്ഗർ ആർ ദീസ് ഹൈറ്റ്സ് കമ്പയർഡ് ടു സോമൂസ് ബിൽഡിംഗ്. സോമൂസ് ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എത്ര മടങ്ങ് വലുതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഹൈറ്റുകളൊക്കെ എത്ര മടങ്ങ് വലുതാണ്, സോമുവിൻ്റെ ബിൽഡിങ്ങിനെക്കാട്ടിൽ എത്ര മടങ്ങ് വലുതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സോമുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ നമ്മൾ പഠിച്ചായിരുന്നു. എത്രയാണ് സോമുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അവിടെ തന്നിരുന്നത്? 40 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇങ്ങോട്ടൊന്ന് എഴുതാം. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ബാൽഡ് ഈഗിൾസ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത്രയും മീറ്റർ ഹൈയിൽ അതിന് പറക്കാൻ കഴിയും. അപ്പോൾ ആ ഹൈറ്റ് ഈ സോമുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ എത്ര ടൈംസ് വലുതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വണ്, ബാൽഡ് ഈഗിൾസ് ഫ്ലൈറ്റ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 4500 to 6000 മീറ്റർ. അപ്പോൾ ഇവിടെ രണ്ട് ഹൈറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ലോവറും അപ്പറും പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ടും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് എഴുതുന്നു കേട്ടോ. അപ്പോൾ ലോവർ എസ്റ്റിമേറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ലോവർ ഹൈറ്റ് എന്ന് പറയുന്നത് 4500 ആണ്. സോമുവിൻ്റെ ബിൽഡിങ് 40 മീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിനെ കാട്ടിൽ എത്ര ടൈംസ് ബിഗ്ഗർ ആണ് എന്ന്, അതായത് സോമുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനെ കാട്ടിൽ എത്ര ടൈംസ് ബിഗ്ഗർ ആണ് ഇതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 4500 ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ 4500 ബൈ 40, ഇവിടെ ഈ സീറോയും കൂടെ ക്യാൻസലാവും. ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1. അതായത് ഡയറക്റ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. 1 4, അടുത്തത് 5, 1 2 4 4, 1 0 2 8 2, ഇനി പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ 0 ഇടുന്നു. 0 5 4s are 20. അപ്പോൾ 112.5 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 4500 എന്ന് പറയുന്നത് സോമുവിൻ്റെ ബിൽഡിങ്ങിനെ കാട്ടിൽ 112.5 ടൈംസ് ബിഗ്ഗറാണ്. ഇനി അടുത്തത് അപ്പർ എസ്റ്റിമേറ്റ് എത്രയാണ്? 6000 ആണ്. അപ്പോൾ 6000 ഡിവൈഡഡ് ബൈ 40, ഒരു സീറോയും ക്യാൻസൽ ആകുന്നു. എന്ത് കിട്ടും നമുക്ക്? 120 എന്ന് കിട്ടും. 150 എന്ന് കിട്ടുക. 150, 120 അല്ല 150. Therefore, bald eagles fly about 112 to 150 times higher than Somu's building. സോമൂസിൻ്റെ ബിൽഡിങ്ങിനെ കാട്ടിൽ 112 തൊട്ട് 150 ടൈംസ് വരെ ഹയറായിട്ട് ബാൽഡ് എഡ്ജസ് എന്ത് ചെയ്യും? ഫ്ലൈ ചെയ്യും. ഇനി അടുത്ത നമ്മൾ മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് സോമുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ എത്ര ടൈംസ് ബിഗ്ഗറാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് വൺ, ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 8850 മീറ്റർ. അപ്പോൾ എത്ര ടൈംസ് ആണെന്ന് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 8850 ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ മതി. ഈ സീറോയും കട്ട് ചെയ്യാം. 885 ഡിവൈഡഡ് ബൈ 4, 4 2s are 8, ഇവിടെ 0, വീണ്ടും 8, ഇവിടെ 0, 5 1 4 1, പോയിൻ്റ് ഇട്ടിട്ട് 0 10
2 വീണ്ടും 0 ഇടുന്നു. അപ്പോൾ ഇവിടെ 4 2s are 8 2 ആകുന്നു. വീണ്ടും 20 5 4s are 20. അപ്പോൾ നമുക്ക് 221.25 എന്ന് കിട്ടി. അപ്പോൾ സോമുവിൻ്റെ ബിൽഡിങ്ങിനെക്കാട്ടിൽ 221 മീറ്റർ ടൈംസ് ടോളറാണ് മൗണ്ട് എവറസ്റ്റ്. Therefore, Mount Everest is about 221 times taller than Somu's building. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? എയറോപ്ലെയിൻസ് ക്യാൻ ഫ്ലൈ ആസ് ഹൈ ആസ് 10,000 to 12,800 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് സോമുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ എത്ര ടൈംസ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അടുത്തത് എയറോപ്ലെയിൻസ് ഫ്ലൈറ്റ് ഹൈറ്റ് ഇസ് ഇക്വൽ ടു 10,000 to 12,000 മീറ്റർ. അപ്പോൾ ഇവിടെയും രണ്ട് ഹൈറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടോണ്ട് ലോവറും അപ്പറും നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ലോവർ എസ്റ്റിമേറ്റ് എന്ത് വരും? 10,000 ആണ്. 10,000 ഡിവൈഡഡ് ബൈ 40. 0 കട്ട് ചെയ്യുന്നു. 10,000 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 250 എന്ന് കിട്ടും കേട്ടോ. 1000 ആണ്. 1000 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 250 എന്ന് കിട്ടും. ഇനി അടുത്തത് അപ്പർ എസ്റ്റിമേറ്റ്. അപ്പർ എന്താണ്? 12,000 ആണ്. 12,000 ഡിവൈഡഡ് ബൈ 40. 0 കട്ട് ചെയ്യുന്നു. 4 3s are 12. അപ്പോൾ നമുക്ക് 300 എന്ന് കിട്ടുന്നു. അപ്പോൾ എന്ത് പറയാം? Therefore, aeroplanes fly about 250 to 300 times higher than Somu's building. ഇതെല്ലാം വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.